ജനാധിപത്യ ഇന്ത്യയിൽ രാഷ്ട്രീയ നേതാക്കൾ പാർട്ടി മാറുന്നത് ഒരു പുതിയ കാര്യമല്ല. പലരും പല പാർട്ടികളിലും മാറി മാറി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നവർ ചിലപ്പോൾ മടങ്ങിയെത്താറുമുണ്ട്. ഇതൊക്കെ സർവ്വസാധാരണമാണ്. എന്നാൽ പാർട്ടി മാറിയതിന് ഒരാളെ വഞ്ചകൻ എന്ന് വിളിച്ചാലോ? ഒരു പക്ഷേ കരണം പുകയ്ക്കുന്ന വിധത്തിൽ അടി കിട്ടിയേക്കും. എന്നാൽ നമ്മുടെ പാർലമെൻറ്റിന് മുന്നിൽ ഇന്ന് അത്തരം ചില കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. അടി നടന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ വാക്കേറ്റം രൂക്ഷമായി. നടന്നത് മറ്റൊന്നുമല്ല, പഞ്ചാബിൽ നിന്ന് കോൺഗ്രസ് വിട്ട് BJPയിലെത്തി, 2024 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയിലെത്തി, പിന്നീട് MP ആയ രവനീത് ബിട്ടു. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹവും നമ്മുടെ LOP, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും തമ്മിലായിരുന്നു വാക്കേറ്റം. ഈ കോൺഗ്രസ് പാർലമെൻറ്റിൻ്റെ മഗർ ദ്വാർ എന്ന് പറയുന്ന കവാടത്തിൽ അവിടെ കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിനുള്ളിൽ പാർലമെൻറ്റിൻ്റെ മര്യാദയ്ക്ക് ചേരാതെ അവിടെ ചില പ്രകടനങ്ങൾ കാഴ്ചവെച്ച, അല്ലെങ്കിൽ ആ പ്രോട്ടോക്കോൾ തെറ്റിച്ച 8 കോൺഗ്രസ് MPമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ സസ്പെൻഷനെ തുടർന്ന് അവിടെ മഗർ ദ്വാറിനടുത്ത് ഈ കോൺഗ്രസ് MPമാർ പ്രതിഷേധിക്കുകയായിരുന്നു. ആ സമയം രവനീത് ബിട്ടു അതുവഴി നടന്ന് പോവുകയായിരുന്നു പാർലമെൻറ്റിന് ഉള്ളിലേക്ക്. ഉടൻ അവിടെ കൂടിയിരുന്ന MPമാരെ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അതാ പോകുന്നു ഒരു വഞ്ചകൻ, ഒരു ചതിയൻ എന്ന് വിളിച്ചു പറയുകയായിരുന്നു. മാത്രമല്ല, രവനീത് ബിട്ടുവിനടുത്ത് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി, കൈ കൊടുക്കാൻ വേണ്ടി ചെന്നു. ഹലോ മിസ്റ്റർ രവനീത് ബിട്ടു, നിങ്ങൾ ചതിയനാണ്, വഞ്ചകനാണ്, ഭാവിയിൽ നിങ്ങൾക്ക് കോൺഗ്രസ്സിലേക്ക് തന്നെ മടങ്ങി വരേണ്ടി വരും, സഹോദര എന്നൊക്കെ വിളിച്ചാണ് രാഹുൽ ഗാന്ധി ഇതൊക്കെ പറഞ്ഞത്. രവനീത് ബിട്ടു ആകട്ടെ വളരെ ക്രുദ്ധനായി. രവനീത് ബിട്ടു, ഞാൻ വഞ്ചകനാണെങ്കിൽ നിങ്ങൾ രാജ്യത്തിൻ്റെ ശത്രുവാണ് എന്നാണ് മറുപടി കൊടുത്തത്. തുടർന്ന് വാക്കേറ്റം രൂക്ഷമായി. രാഹുലിനൊപ്പം ചില MPമാർ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാതെ ഇത് അവസാനിച്ചു. കേരളത്തിലാണെങ്കിൽ ഇത്തരത്തിൽ പാർട്ടി മാറിപ്പോകുന്ന ആൾക്കാരെ 51 വെട്ട് വെട്ടി കൊല്ലുന്ന രീതിയാണ് കേരളത്തിൽ നിലവിലുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ തന്നെ ഒരു MP, അതായത് പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്ത് പാർലമെൻറ്റിലെത്തിയ, രാജ്യസഭയിലെത്തിയ ഒരു MP ഉണ്ട്. സദാനന്ദൻ മാസ്റ്റർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ഒരു ചർച്ച, ആ നന്ദിപ്രമേയ ചർച്ചയിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കിട്ടി. അദ്ദേഹം അവിടെ സുന്ദരമായിട്ട് പ്രസംഗിച്ചു. പക്ഷേ ആ പ്രസംഗത്തിൽ എല്ലാവരുടെയും കണ്ണ് നനയിക്കുന്ന, കരളലിയിക്കുന്ന ഒരു കാഴ്ച കണ്ടു. 2 വയ്പ്പുകാലുകൾ സഭയുടെ മേശപ്പുറത്ത്, അദ്ദേഹം ഇരുന്ന ആ സീറ്റിൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ആ വളരെ ഹൃദയാർദ്രമായ ഭാഷയിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. ഇത് എൻ്റെ കാലുകളാണ്, എന്തുകൊണ്ട് എനിക്ക് ഈ വയ്പ്പുകാലുകൾ വയ്ക്കേണ്ടി വന്നു? ഒരു കാലത്ത് മാർക്സിസ്റ്റ് സഹയാത്രികനായിരുന്ന ഞാൻ അവരെ വിട്ടിട്ട് RSSനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ഒരു ദേശീയ സംഘടനയിൽ ദേശീയ ബോധമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കണം എന്നാഗ്രഹിച്ച ദേശസ്നേഹിയായ ഒരു വ്യക്തിയാണ് ഞാൻ, അന്നും ഇന്നും. അതുകൊണ്ട് ഞാൻ RSSനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു, പ്രവർത്തനം ആരംഭിച്ചു. അതിന് മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന CPIM എനിക്ക് നൽകിയ സമ്മാനമാണ്. എൻ്റെ 2 കരുത്തുറ്റ കാലുകൾ അവർ വെട്ടിയെടുത്തു. എനിക്ക് ഈ വയ്പ്പുകാലുകൾ വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നു. ഈ ഒരു പ്രസംഗത്തെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ രംഗത്ത് വന്നു. ഇതിനെ എതിർത്തുകൊണ്ട് സദാനന്ദൻ മാസ്റ്ററുടെ പ്രസംഗം പോലും ഒരു വേള തടസ്സപ്പെടുത്താൻ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള CPM MPമാർ ശ്രമിച്ചു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും ഇതൊക്കെ ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ മറിയലുകൾക്കിടയിൽ ഉണ്ടായ സംഭവങ്ങളാണ്. എന്തായാലും അത്
കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. കേരളത്തിലും ബംഗാളിലുമാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിർബാധം നടക്കുന്നത്. അതിന് ഇന്ന് ബംഗാൾ ഒരു അപവാദമാണ്. കാരണം ബംഗാളിൽ ഇന്ന് CPM ഇല്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങളും അവിടെ അവസാനിച്ചു. പക്ഷേ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ CPM അവശേഷിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും രാഷ്ട്രീയ കൊലപാതകം നടക്കാം എന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ CPMുമായിട്ട് കൂട്ടുചേർന്നിട്ടാണോ കോൺഗ്രസിനും ഇങ്ങനെയൊരു സംസ്കാരം ഉണ്ടായിരിക്കുന്നത് എന്ന് സംശയം തോന്നും. ഇല്ലെങ്കിൽ പിന്നെ ഈ രാഹുൽ ഗാന്ധി എന്തിനാണ് രവനീത് ബിട്ടു എന്ന ഈ BJPയിലേക്ക് മാറി എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ ആളിനെ ഇങ്ങനെ മോശം പദപ്രയോഗം നടത്തി അപമാനിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഒരുപാട് പേർ കോൺഗ്രസ് വിട്ടുപോയി. അതിൻ്റെ കാരണം എന്താണ് എന്ന് അദ്ദേഹം സ്വയം ചിന്തിക്കണം, ആലോചിച്ച് ഉത്തരം കണ്ടെത്തണം. അവർ പലരും BJPയിലേക്ക് പോയവരുണ്ട്, മറ്റു പല ഇന്ത്യ മുന്നണിയിലെ തന്നെ മറ്റു പല ഘടകകക്ഷികളിലേക്കും പോയവരുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്നയാളാണ് കപിൽ സിബിൽ. അദ്ദേഹം ഇന്ന് സമാജ്വാദി പാർട്ടിയിലാണ്. അദ്ദേഹത്തിന് BJPയിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം സമാജ്വാദി പാർട്ടിയിൽ ചേർന്നു. അതുപോലെ ഒട്ടനവധി ആൾക്കാർ CPM വിട്ട് ബംഗാളിൽ നിരവധി പേർ കോൺഗ്രസിലും BJPയിലും ചേർന്നു. കൂടുതലും BJPയിലാണ് ചേർന്നത്. അതുപോലെ ആസാമിൽ കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ. ഇന്ന് അദ്ദേഹം BJPയുടെ മുഖ്യമന്ത്രിയാണ് അവിടുത്തെ. ഇങ്ങനെ ഒട്ടനവധി പേർ കോൺഗ്രസ് വിട്ടു പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്ന് വിശകലനം ചെയ്യാനല്ല ഞാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ കാരണം രാഹുൽ ഗാന്ധി അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നമാണ്, അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കത് വിശകലനം ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ ഈ പാർട്ടി വിട്ടു പോകുന്ന ആൾക്കാരെ കൊന്ന് ഇല്ലാതാക്കുന്ന ഒരു രീതി CPMൻ്റേതാണ്. ആ ഒരു രീതിയിലേക്ക് കോൺഗ്രസും പോവുകയാണോ എന്ന സംശയമാണ് ഈ പാർലമെൻറ്റിന് മുന്നിൽ ഇന്ന് നടന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തിനാണ് രാഹുൽ ഗാന്ധി രവനീത് ബിട്ടുവിനെ വഞ്ചകൻ എന്ന് വിളിച്ചത്? രവനീത് ബിട്ടു അതിന് നിങ്ങൾ രാജ്യത്തിൻ്റെ ശത്രുവാണ് എന്ന മറുപടിയാണ് കൊടുത്തത്. തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വടികൊടുത്ത് അടി വാങ്ങുകയായിരുന്നു. ഒരിക്കലും അത്തരത്തിൽ ചെയ്യാൻ പാടില്ലായിരുന്നു. രാഷ്ട്രീയത്തിൽ നമ്മൾ സ്ഥിരമായി ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. നിലപാടുകളും എതിരാളികളും മാത്രമേ ഉള്ളൂ. ഇന്ന് രാഷ്ട്രീയ എതിരാളിയായിരിക്കുന്നയാൾ നാളെ എൻ്റെ മിത്രമാകും. ഇന്ന് മിത്രമായിരിക്കുന്നയാൾ നാളെ എൻ്റെ രാഷ്ട്രീയ എതിരാളിയാകും. ഇതൊക്കെ സംഭവ്യമാണ്. BJPയിൽ നിന്ന് നിരവധി പേർ കോൺഗ്രസ്സിലേക്ക് പോയിട്ടുണ്ട്. കോൺഗ്രസ്സിൽ നിന്ന് നിരവധി പേർ BJPയിലേക്കും വന്നിട്ടുണ്ട്. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ആൾക്കാർ തങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പാർട്ടി മാറാറുണ്ട്. അതിൻ്റെ ധാർമ്മികതയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത് ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ ശരിയുമുണ്ട് തെറ്റുമുണ്ട്. അതൊക്കെ സംഭവിക്കും. പക്ഷേ അങ്ങനെ പാർട്ടി മാറിപ്പോയ ഒരാളെ നമ്മൾ ബഹുമാനപൂർവ്വം വേണം അവരോട് ഇടപെടാൻ. ഒന്നുകിൽ നമുക്ക് അവരോട് അകലം പാലിക്കാം, അവരിൽ നിന്ന് അകന്നു നിൽക്കാം, അവരോട് മിണ്ടാതെ ഇരിക്കാം, അല്ലെങ്കിൽ അവരോട് അനുഭാവപൂർണ്ണം പെരുമാറാം. എന്തായാലും ഇവിടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രവർത്തിച്ചത് അനുചിതമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു കോൺഗ്രസ്സുകാർ നടത്തുന്ന ഒരു സമരത്തിൻ്റെ, പാർലമെൻറ്റ് കവാടത്തിന് മുന്നിൽ നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമായി അതിൽ പങ്കെടുക്കുമ്പോൾ രാഹുൽ ഗാന്ധി പാർട്ടി വിട്ടുപോയ ഒരു പഴയ നേതാവിനെ ഇങ്ങനെ വഞ്ചകൻ എന്ന് വിളിക്കുന്നത് കുറഞ്ഞപക്ഷം സംസ്കാരശൂന്യമായ പ്രവൃത്തിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അദ്ദേഹം തിരിച്ച് തനിക്ക് കിട്ടിയതിന് കൃത്യമായ മറുപടി അദ്ദേഹം കൊടുത്തു. രാഹുൽ ഗാന്ധിയെ രാജ്യത്തിൻ്റെ ശത്രു എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത്തരത്തിൽ വടികൊടുത്ത് അടി വാങ്ങേണ്ട കാര്യം രാഹുലിന് ഉണ്ടായിരുന്നു എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഒരു പക്ഷേ നേതാക്കൾ ഇത്തരത്തിൽ പെരുമാറേണ്ടി വരുമ്പോൾ, അതായത് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവർ എതിർ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരോട്, അത് ഒരു പക്ഷേ മുമ്പ് നമ്മളോടൊപ്പം പ്രവർത്തിച്ചവരായിരിക്കാം, അവർ പിന്നീട് പാർട്ടി മാറിപ്പോയതായിരിക്കാം, അങ്ങനെയുള്ളവരോട് പെരുമാറുമ്പോൾ ഒരു മിനിമം മര്യാദ കാണിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് വലിയ സംഘർഷങ്ങൾക്ക് വഴിതെളിക്കും. ഈ കടുത്ത അസഹിഷ്ണുതയിലേക്ക് പോയാൽ
51 വെട്ടിയായിരിക്കും അതിന് മറുപടി കൊടുക്കുന്നത്. കേരളത്തിൽ നമ്മൾ കണ്ടത് അതാണ്. വലിയ മനുഷ്യത്വവും മാനവികതയും ഒക്കെ പ്രസംഗിക്കും, സ്വാതന്ത്ര്യവും സോഷ്യലിസവും ഒക്കെ ഇങ്ങനെ വെച്ച് കാച്ചും. പക്ഷേ ആരെങ്കിലും പാർട്ടിക്കെതിരെ നിന്നാൽ, പാർട്ടി വിട്ടുപോയാൽ അവന് 51 വെട്ട് കൊടുത്തായിരിക്കും ആദരിക്കുക. ഇത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളതും കേരളത്തിലാണ്. അത് കേരളത്തിലെ CPIMൻ്റെ ഒരു മുഖമുദ്രയാണെന്ന് തന്നെ പറയാം. പക്ഷേ ആ വഴിക്ക് കോൺഗ്രസ് നീങ്ങുന്നത് നല്ലതല്ല, രാഹുൽ ഗാന്ധി പ്രത്യേകിച്ചും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.